തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി സ്ഥാനാർത്ഥിയോടൊപ്പം. നമസ്കാരം. നമ്മള് ഇങ്ങനെ സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മുടെ LDF സ്ഥാനാർത്ഥി തോപ്പുംപടിയിലെ LDF സ്ഥാനാർത്ഥിയായ ഷീബ ഡുറൂമിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എന്താണ് ഇപ്പൊ പ്രചരണമൊക്കെ തുടങ്ങിയല്ലോ? അതെ, തുടങ്ങിയ ദിവസങ്ങൾ പിന്നിട്ടു. വോട്ടർമാരുടെ ഒരു നിന്നുള്ള പ്രതികരണം എന്താണ്? വളരെ നല്ല പ്രതികരണമാണ്. ഈ ഒരു 5 വർഷക്കാലം നമ്മൾ എഴുതിയ പരീക്ഷയുടെ ഒരു റിസൾട്ട് ആണ് വരാൻ പോകുന്നത്. അപ്പൊ അത് അനുകൂലമായ ഒരു റിസൾട്ട് ഉണ്ടാവുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് 5 വർഷം ജനങ്ങളോടൊപ്പം കക്ഷി രാഷ്ട്രീയം നോക്കാതെ അവരോടൊപ്പം ഞാനായിരുന്നു. അവരും തിരിച്ചു തന്നെ അതേപോലെയാണ് 2 കൈയും നീട്ടി സ്വീകരിച്ചത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തോപ്പുംപടി കുടുംബത്തില് ഒരു കുടുംബം എന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പൊ അതിലെനിക്കൊരു വിശ്വാസമുണ്ട്, ഇനി എന്നെ ചേർത്ത് നിർത്തും. ഈ ഡിവിഷന്റെ നമ്പറൊക്കെ മാറിയല്ലോ. അതെ, ഇപ്പൊ ഏതാണ്ട് 67 മാറി. അതെ. അപ്പൊ ഈ ഇങ്ങോട്ട് വല്ലതും കേറി വന്നിട്ടുണ്ടോ? ഇല്ല, നമുക്ക് പഴയത് എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ ഒന്നും മാറിയിട്ടില്ല. അതിലൊന്നും ചേഞ്ച് ആയിട്ടില്ല. വോട്ടർമാരല്ലാതെ തന്നെ സ്വാഭാവികമായിട്ടും ഷീബ ഡുറൂം എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും അതെനിക്കൊരു നല്ലൊരു, കാരണം നമ്മളെന്നും കയറി ഇറങ്ങുന്ന എന്നും കാണുന്ന മൃഗങ്ങൾ തന്നെ എനിക്ക് വീടിന്റെ അടുക്കള വരെ കയറാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ ഒരു ഇപ്പോഴും ഈ 5 വർഷം പിന്നിടുമ്പോഴും അത്തരത്തിൽ തന്നെയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഇപ്പൊ ചെല്ലുമ്പോഴും അതേ സ്വീകരണം തന്നെ എനിക്ക് എല്ലാവരും ലഭിക്കുന്നുണ്ട്. ഇന്ന് സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത് നഗരസഭ 67 ഡിവിഷൻ തോപ്പുംപടിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷീബ ഡുറൂമാണ്. സിറ്റിംഗ് കൗൺസിലർ കൂടിയായ ഷീബ ഡുറൂം ഇത്തവണ ഡിവിഷന്റെ തുടർ വികസനത്തിന് വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നത്. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷീബ ഡുറൂം ഇത്തവണ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അതും ഒരു പ്രത്യേക കൗതുകമാണ്. ജയിച്ചു വരുമെന്നും ഡിവിഷൻ തനിക്ക് അനുകൂലമായി നിൽക്കുമെന്നും ഷീബ ഡുറൂം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഷീബ ഡുറൂമിന്റെ വാക്കുകളിലേക്ക്. കഴിഞ്ഞ തവണ പിന്നെ UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ ഷീബ ഡുറൂം. ഇത്തവണ ഷീബ ഡുറൂം LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. വോട്ടർമാർക്കിടയിൽ വല്ല ആശയക്കുഴപ്പമുണ്ടാകുന്നുണ്ടോ? ഞാനിപ്പോ ഇത്രയും കയറിയിട്ടും ഇപ്പൊ ഈ സംഭവവികാസങ്ങളൊക്കെ ഈ 5 വർഷത്തിനുള്ളിൽ ഞാൻ പറഞ്ഞു തന്നെ പ്രതിസന്ധി സമയത്തും എന്നെ ചേർത്ത് നിർത്തിയവരാണ് ഈ തോപ്പുംപടിയില് എന്റെ കുടുംബത്തിലെ എല്ലാവരും. അപ്പൊ ഇപ്പോ എന്നെ ഈ സെപ്റ്റംബർ 1-ാം തീയതി എന്നെ പുറത്താക്കിയത് കൊണ്ടാണ് ഞാൻ രാജിവെക്കേണ്ടി വന്നില്ല എനിക്ക്. കാരണം ഒരു പ്രസ്ഥാനം എന്നെ പുറത്താക്കിയപ്പോ എനിക്ക് അതിന്റെ തീരുമാനം എനിക്ക് എടുക്കാം, സ്വന്തമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റും. അപ്പൊ അതേ രീതിയിലാണ് ഇപ്പൊ ഞാൻ അന്നും നിങ്ങൾ തന്നെ ഇന്റർവ്യൂ എടുത്തപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ സമൂഹത്തിൽ തന്നെ ഉണ്ടാവുമെന്ന്. ആ വാക്ക് ഞാൻ പാലിച്ച് ഞാൻ സമൂഹത്തിൽ തന്നെ ഉണ്ടായി. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ സ്വതന്ത്രമായി നിൽക്കാൻ പോയപ്പോ എന്നെ പിന്തുണക്കാൻ ഇടതുപക്ഷം വന്നു. അവരോടൊപ്പം ഇപ്പൊ ചേർന്ന് നിന്ന് പോവുകയാണ്. തീർച്ചയായിട്ടും വോട്ടർമാര് ഇപ്പൊ കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങള് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടിട്ടല്ലോ. ഒരു കൗൺസിലർ എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങള് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിട്ടുള്ള ഒരു അവസരം കൂടി ചോദിക്കുന്നത്. ഞാൻ അത്തരത്തിലല്ല, ഞാൻ എന്റെ ഒരു കുടുംബത്തിൽ കയറി ചെല്ലുന്നത് പോലെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഞാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നു, ഞാൻ അഭ്യർത്ഥിക്കുന്നു, വീണ്ടും ഞാനിവിടെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഒരാളായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ നമ്മളോട് ഇന്റർവ്യൂല് ഷീബ ഡുറൂം പറഞ്ഞു ഏകദേശം 90% ഇവിടുത്തെ പദ്ധതികൾ 90% പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിനൊരു 10% ഉണ്ട്. ആ 10% കൂടി പൂർത്തീകരിക്കാൻ ഒരു അവസരം തരണമെന്ന്
അത്തരത്തിൽ ഇപ്പൊ ഇവിടെ നമുക്ക് എല്ലാവരും ഈ ഒരു ചുറ്റുവട്ടത്തിലെ എല്ലാ റോഡുകളും എല്ലാവരും സഞ്ചരിക്കുന്നതാണ്. തോപ്പുംപടി എന്ന് പറഞ്ഞൊരു പ്രദേശം എല്ലാവരും സഞ്ചരിച്ചു പോകണം, എല്ലാവർക്കും അറിയാം. അപ്പൊ ഇനി കുറച്ച് ഭാഗങ്ങളും കൂടി നമുക്ക് ഇനി പൂർത്തീകരിക്കാനുണ്ട്, രാമേശ്വരം കനാൽ ഭാഗമൊക്കെ. അപ്പൊ അതിപ്പോ ഇനി നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഇത്രയും 3 വർഷമാണ് ആകെ കിട്ടിയിരിക്കുന്നത് കോവിഡിന്റെ മഹാമാരി. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ MLA ഇവിടെ ഫണ്ട് വരുന്നു, ഞാൻ അദ്ദേഹത്തെ ഉദ്ഘാടനത്തിൽ വിളിക്കുന്നു, അതൊക്കെയാണുള്ള വിഷയങ്ങളുണ്ടായി. ഞാൻ അത്തരത്തിൽ എന്നെ പുറത്താക്കപ്പെട്ടു എന്നുള്ള ഈ മറ്റ് ഡിവിഷനുകളില് മറ്റ് കൗൺസിലർമാരൊക്കെ ഈ പ്രശ്നം നേരിടേണ്ടി വന്നിട്ടില്ല അല്ലെ? ഒരിക്കലും വന്നിട്ടില്ല. ഞാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ MLA ഫണ്ട് വാങ്ങിച്ച് തൊട്ടടുത്ത ഡിവിഷനുകളിലെല്ലാം എല്ലാവരും ഒത്തിരി എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അവരും അവിടെ ഉദ്ഘാടന സമയത്ത് MLA ഒപ്പം ഫോട്ടോ വെക്കുമ്പോ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഞാൻ ഇത്തരത്തിൽ വിളിച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോ ഇതേപോലെ ഞാൻ LDF-ലാണ് എന്നുള്ള രീതിയിൽ എന്നോടൊരു വിശദീകരണം പോലും ചോദിക്കാണ്ടാണ് എന്നെ പുറത്താക്കിയത്. ഞാൻ അന്നും എന്നെ പുറത്താക്കിയ സമയത്ത് എനിക്ക് വിശദീകരണം തരണമെന്ന് ചാനലിലൂടെ ഞാൻ പല പ്രാവശ്യവും ലെറ്ററായിട്ട് DCC കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഗവനിച്ചോ നമ്മളെ വിളിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഒരു വിശദീകരണം പോലും ഇല്ലാണ്ട് ചാനലിൽ നിന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത് എന്നെ പുറത്താക്കി എന്നുള്ളത്. പക്ഷെ അത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ഒരിക്കലും എല്ലാവരും ഇപ്പൊ ചിലപ്പോ ചാനൽ കാണുന്നുണ്ടാവില്ല. അപ്പൊ എന്നെ പുറത്താക്കിയതാണെന്ന്. പക്ഷെ 2 വ്യത്യാസങ്ങൾ. ഇപ്പൊ തൊട്ടടുത്ത ഡിവിഷനിലെ കൗൺസിലർ രാജിവെക്കുമ്പോൾ എനിക്ക് രാജിവെക്കണ്ട, കാരണം എന്നെ പുറത്താക്കിയത് കൊണ്ട് എനിക്ക് സ്വന്തമായ ഒരു നിലപാടെടുക്കാനുള്ള ഈ ഒരു അവസരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സ്വന്തമായ ഒരു നിലപാട് സ്വീകരിച്ചു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ വോട്ടർമാര് പുതിയ എല്ലാ ആശയങ്ങളും ശിവാടൂറവനായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഡിവിഷനിൽ ഞാനിപ്പോ ഇത്രയും വീടുകൾ കയറിയിട്ടും അവർക്ക് ഇപ്പൊ ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക് തൃപ്തിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പൊ പുതിയതായിട്ടൊന്നും എന്നോട് ഇന്ന് ഒന്നും പറഞ്ഞിട്ടില്ല, ചെയ്തോളൂ. പക്ഷെ പുതിയതായിട്ട് എനിക്കുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് പൊതു ഇടങ്ങളില്ലാത്തത് ഒരു സങ്കടമാണ്. കാരണം നമുക്ക് ഇനി ഉള്ള കാലത്ത് അത് എടുക്കുക എന്നുള്ളത് നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ ഇനിയിപ്പോ നമുക്കുള്ളത് നിലവിലിപ്പോ 5 വർഷം വരുമ്പോ നല്ല റോഡുകളായിരുന്നത് മോശാവസ്ഥയിലായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള റോഡുകളൊക്കെ പുനർനിർമ്മിക്കണം. പിന്നെ ബാക്കി ഇനിയുള്ള രാമേശ്വരം കനാലൊക്കെ ഞാൻ വന്ന സമയത്ത് 5 കൊല്ലത്തിന് മുമ്പേ നല്ല റോഡായിരുന്നു. പക്ഷെ ബാക്കി അതിനേലും മോശാവസ്ഥയിലുള്ള റോഡുകളൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോ 1, 2, 3 വിട്ടുപോകും സ്വാഭാവികം. അപ്പൊ ഇനി അതെല്ലാം നമ്മളെ പൂർത്തീകരിക്കണം. പിന്നെ ബാക്കി നമ്മൾക്കിനി എന്തെങ്കിലും ദൈവം സഹായിച്ച് ഇനിയിപ്പോ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ ആരെങ്കിലും മനസ്സ് തോന്നും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എന്തെങ്കിലും ഒരു പൊതു ഇടത്തിലൊക്കെ ശ്രമം നടത്തും. തീർച്ചയായിട്ടും 67-ാം ഡിവിഷൻ തോപ്പുംപടി UDF-ന്റെ കയ്യിലായിരുന്നു. അങ്ങനത്തെ ആ UDF-ന് വേണ്ടി ഇറക്കിയ പടക്കുതിരെ തന്നെയാണ് LDF ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് LDF-ന്റെ ഭാഗത്തേക്ക് ഈ ഡിവിഷനെ എത്തിക്കുവാൻ ശിവാഡു റോമിന് കൈയേറ്റെന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ന്യൂസ് ബ്യൂറോ തോപ്പുംപടി.